കുടുംബം ഉണ്ടാകുമ്പോഴാണല്ലോ പ്രശ്നങ്ങൾ വരുന്നത്. അവിടെ തന്നെയാണ് ശനി വരുന്നത്. ഇതിൻ്റെ ഒരു സൈക്കോളജിക്കലായിട്ട് അങ്ങനെയാണ് വരുന്നത്. പക്ഷേ ശനി ഇവരെ ഫുൾ ടൈം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതാണ് മെയിൻ പ്രശ്നം. അപ്പോൾ ഇവരെന്താ വിഷയം വെച്ചാൽ കുറച്ച് ശ്രദ്ധിക്കും ശനിയെ പറ്റി. അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ വലിയ ആൾക്കാർക്കും ശനിയുണ്ട്, പക്ഷെ അവർ കുറച്ച് ശ്രദ്ധിച്ചു. മാഡം ചോദിച്ച വലിയൊരു ചോദ്യമാണ്. വലിയ വലിയ ആൾക്കാർക്ക് ശനി ഉണ്ടാവൂലേ? അല്ല, എല്ലാവരുടെയും ഒരു സംശയമാണ്. അതെ അതെ അതെ. അപ്പോൾ ശനി ഉണ്ടാവും, എല്ലാവർക്കും ശനി ഉണ്ടാവും. അപ്പോൾ നമ്മളെന്താ വെച്ചാൽ ഈ ശനിയെ അവർ ശ്രദ്ധിക്കും, ശനിക്ക് വേണ്ടത് ചെയ്യും, ശനി അവരിതാവും. ഇപ്പോൾ ഉദാഹരണം പറയാം, ഇപ്പം മാഡം പറഞ്ഞ അംബാനി എന്ന് പറഞ്ഞ ആൾ, അവരെന്താ വെച്ചാൽ അവർ സുഖം കുറയ്ക്കുക ചെയ്യുക. സുഖം കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എ സിയിൽ കിടന്നുറങ്ങുന്ന ഒരാൾ ഒന്നുമില്ലാതെ ചൂടത്ത് കിടക്കുക അവർ. അപ്പം അങ്ങനെ കിടന്നു കഴിഞ്ഞാൽ ഉള്ള വിഷയം എന്താ വെച്ചാൽ അവർക്ക് ശനിദോഷം മാറും. അതായത് നമ്മൾ സ്വയം കഷ്ടപ്പെടാൻ തയ്യാറാക്കും. നമ്മൾ അതേമാതിരി വെറും നിലത്ത് അല്ലെങ്കിൽ ഒരു പലകേൻ്റെ മുകളിൽ കിടക്കുക. നമ്മളങ്ങനെ വളരെ ബുദ്ധിമുട്ടി ജീവിക്കുക. ഈ സമയത്ത് കഷ്ടപ്പെട്ട് ജീവിക്കുക. അത് പുറത്തുനിന്നുള്ളതല്ല, ഉള്ളിൽ. അതപ്പോൾ നമ്മൾ ഈ ശനി ഉണ്ടെന്ന് നമുക്ക് തോന്നുന്ന സമയത്താണോ ചെയ്യേണ്ടത്, അതോ എപ്പോൾ വേണമെങ്കിലും ചെയ്യാം? അല്ല, ഇതിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ ജനങ്ങൾക്ക് ഉള്ളൊരു പ്രശ്നം എന്താ വെച്ചാൽ കണ്ടകശനി വരുന്നു എന്ന് പറയുമ്പോഴേക്ക് ആൾക്കാർ വിഷമിച്ചു. കണ്ടകശനി പോയ ആൾക്കാർ പിന്നെ പ്രശ്നമല്ല. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഈ ശനിയുള്ള സമയത്ത് മാത്രമേ ഈ ക്ഷേത്രത്തിൽ പോകുന്ന ആൾക്കാർ ഹനുമാൻ സ്വാമീൻ്റെ അടുത്തായാലും അല്ലാതെപ്പം പോവില്ല. പക്ഷേ ശനി ഇവരെ ഫുൾ ടൈം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതാണ് മെയിൻ പ്രശ്നം. അപ്പോൾ ഇവരെന്താ വിഷയം വെച്ചാൽ കുറച്ച് ശ്രദ്ധിക്കും ശനിയെ പറ്റി. അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ വലിയ ആൾക്കാർക്കും ശനിയുണ്ട്, പക്ഷെ അവർ കുറച്ച് ശ്രദ്ധിച്ചു. ഇപ്പം ഞാൻ പറഞ്ഞു, ഈ നോർത്ത് ഇന്ത്യയിൽ ഒരു ശനീശ്വര ക്ഷേത്രം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് നോർത്ത് ഇന്ത്യയിൽ. അവിടെ നമ്മൾ തന്നെയാണ് പൂജ ചെയ്യുന്നത്. ശനിക്ക് സ്വയം പൂജ ചെയ്യാം. അതിനവിടെ ഷീറ്റാക്കി അവിടുത്തെ പ്രത്യേകത ശനിക്ക് അതിൻ്റെ എള്ളുതിരി അതിൻ്റെ വഴിപാടുകളൊക്കെ ചെയ്തിട്ട് കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ തന്നെ പുഷ്പങ്ങളൊക്കെ അർപ്പിച്ചിട്ട് ചെയ്തു കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. അതുപോലെ ഈ ശനി ദോഷമുള്ളവർ ശാസ്താവിന് വിളക്ക് കത്തിച്ചാൽ അതൊക്കെ അതിൽ ഞാൻ വലിയൊരു ഇത് തോന്നുന്നില്ല. കാരണം വെച്ചാൽ നമ്മൾ ശരിക്കും ഈ ശാസ്താവ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ഭാര്യാസമേതമുള്ള ആളാണ്. ഭാര്യയും മക്കളും തന്നെയാണ് ശനി. ഇപ്പൊ ബ്രഹ്മചാരിയ ഒരാൾക്ക് ശനീൻ്റെ ദോഷം ഇല്ല എന്നാ പറയുക. കാരണം അറിയാലോ, കുടുംബം ഉണ്ടാകുമ്പോഴാണല്ലോ പ്രശ്നങ്ങൾ വരുന്നത്. അവിടെ തന്നെയാണ് ശനി വരുന്നത്. ഇതിൻ്റെ ഒരു സൈക്കോളജിക്കലായിട്ട് അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ ഇയാൾക്ക്, അതായത് നമ്മൾ ഈ ദേവൻ ശാസ്താവിന് നമ്മളൊരു മനസമാധാനത്തിന് ചെയ്യാന്നുള്ളൂ. പക്ഷേ യഥാർത്ഥമായി ഫലം ഹനുമാൻ സ്വാമിയുടെ അടുത്തുനിന്നാണ്. കാരണം എന്താ വെച്ചാൽ ഈ ഹനുമാൻ സ്വാമീൻ്റെ ഒരു കഥ കേട്ടാൽ തന്നെ മനസ്സിലാവും സംഭവം. ഹനുമാൻ സ്വാമി രാമായണത്തിൻ്റെ ഇതിൽ യുദ്ധത്തിൻ്റെ, അതായത് ലങ്ക യുദ്ധം ഉണ്ടല്ലോ, ആ സമയത്തേക്കാണ് ശനി വരുന്നത്. അപ്പോൾ ഹനുമാൻ സ്വാമിനോട് പറയാണ്, ഞാൻ ശനിയാണ്, ഞാൻ നിങ്ങളെ പ്രാപിക്കാൻ വന്നാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞാൽ എൻ്റെ തലയിൽ കയറിയിരുന്നുള്ളൂ എന്ന് പറയും. അപ്പോൾ ശനിയെ തലയിൽ കയറ്റി വെച്ചു. ഇദ്ദേഹം വലിയ വലിയ കല്ലുകൾ കൊണ്ടിട്ട്, കാരണം അദ്ദേഹം പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്, ശനി അവിടെ ഇരുന്നോട്ടെ, പക്ഷേ ഈ കല്ല് കൊണ്ടുവെക്കുന്ന ഇദ്ദേഹത്തിൻ്റെ മുകളിലാണ്. അപ്പോൾ ഇദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങിപ്പോയിന്നാ, ഭാരം സഹിക്കാൻ പറ്റാതെ. അപ്പോൾ ഇത് ഹനുമാൻ സ്വാമീൻ്റെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഹനുമാൻ സ്വാമീൻ്റെ ഞാൻ പ്രത്യേകം സജഷൻ ചെയ്യാൻ കാരണം. ഹനുമാൻ സ്വാമിയുടെ അടുത്ത് പോയാൽ രക്ഷപ്പെടുമെന്ന് പറയാൻ കാരണം ഗണപതി ശനിയോട് പറഞ്ഞെന്താ വെച്ചാൽ നാളെ വരാൻ പറഞ്ഞു. ശിവഭഗവാനല്ല ഒളിച്ചിരിക്കുക ഇത്. അങ്ങനെയുള്ള വിഷയങ്ങൾ. അതാണ് മാഡം ആദ്യം ചോദിച്ചത്, ദേവതൻ്റെ കാര്യങ്ങളെന്ന് പറഞ്ഞല്ലോ, ദൈവത്വങ്ങൾക്ക് അനുഭവിച്ചിട്ടുണ്ടോ? അപ്പം ശനിയെ നമ്മൾ പേടിക്കേണ്ടതുണ്ട് എന്ന് പറയുന്നത് ദൈവങ്ങൾ തന്നെ പറയുന്നുണ്ട്. ശിവഭഗവാൻ പറയുന്നുണ്ട്, അവരൊക്കെ പേടിച്ച ആൾക്കാരാണ്. പക്ഷെ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ പേടിക്കേണ്ടതുണ്ട്, പേടിയുണ്ട്. കാരണം നമ്മളെ കഷ്ടപ്പെടുത്താൻ വരുന്നൊരു ദേവൻ തന്നെയാണ്. പക്ഷെ അതിനുള്ള പ്രതിവിധി ഇതാണ്, നമ്മൾ സ്വയം കഷ്ടപ്പെടുക. ദൈവം കഷ്ടപ്പെടുന്നതിന് മുന്നേ നമ്മളെ കഷ്ടപ്പെടുത്തുന്നതിന് നമ്മൾ കഷ്ടപ്പെട്ട അതേ ഉപയോഗില്ല. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഇപ്പോൾ മേഡം എന്നെ കരയിപ്പിക്കാൻ നോക്കുമ്പോൾ ഞാൻ സ്വയം കരഞ്ഞാലും കരയിപ്പിക്കാൻ കഴിയുമല്ലോ എന്ന് പറഞ്ഞ മാതിരിയാണ് ഇതിൻ്റെ പ്രതിവിധി സംഭവം. പക്ഷേ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ശനി ഭഗവാൻ നോക്കുന്നത് നമ്മൾ മാർക്കിടും ഒരാളെ. ഇയാൾ നല്ല രീതിയിലാണ് ജീവിക്കുന്നത്, ഇയാൾ പിതൃക്കൾക്ക് ചെയ്യുന്നുണ്ടോ, ഇയാൾ കുടുംബദേവതനെ പരിപാലിക്കുന്നുണ്ടോ, ഇയാൾ സത്യസന്ധനാണ്. അങ്ങനെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് 100% അദ്ദേഹം നമ്മൾ ഉപദ്രവിക്കില്ല എന്ന് പറയും. അതുപോലെ ദാനകർമ്മം. അതെ അതെ, അത് നമ്മൾ ചെയ്യണം. അത് മറ്റുള്ളവർക്ക് നമ്മൾ ബ്ലെസ്സിങ് ആണ്. ഒരാൾക്ക് നമ്മൾ ഭക്ഷണം മേടിച്ചു കൊടുക്കുമ്പോഴോ സാമ്പത്തിക ചെറിയൊരു സഹായം ചെയ്യുമ്പോഴോ
അയാൾ വരുന്ന പോസിറ്റീവ് എനർജി ശനി സന്തോഷിക്കും. പിന്നെ ഇതിന് മറ്റു ചില പരിഹാരങ്ങളുണ്ട് കേട്ടോ. അതായത് നമ്മൾ ശനീൻ്റെ ഒരു സ്തോത്രമുണ്ട്, അത് ജപിക്കുക. നീലാഞ്ജന സനാപം രവിപുത്രം യമാഗ്രജം ഛായാമാർത്താണ്ഡ സംബോധം നമാമി ശനീശ്വരം. ഈ ശ്ലോകം നമ്മൾ ഒരു 108 പ്രാവശ്യം രാവിലെ ജപിക്കുന്നത് നല്ലതാണ്. പിന്നെ ഏറ്റവും നല്ല സംഭവിച്ചാൽ നമ്മളെ ദേശത്തുണ്ടാവും നവഗ്രഹ ക്ഷേത്രം, ആ ക്ഷേത്രത്തിൽ നമ്മൾ വലം വയ്ക്കുന്നത് വളരെ നല്ലതാണ്. അതെ, നവഗ്രഹ ക്ഷേത്രം, അതായത് 9 ഗ്രഹങ്ങൾ കൂടിയ ക്ഷേത്രം ഉണ്ടാവും. അത് കോഴിക്കോടൊക്കെ ആണെങ്കിൽ നമ്മൾ പുതിയ അമ്പലത്തിലുണ്ട്, പിന്നെ മറ്റുള്ള ക്ഷേത്രങ്ങളിലൊക്കെ ഉണ്ട്, പിന്നെ പല ക്ഷേത്രങ്ങളുണ്ട്. അവിടെ പോയിട്ട് നമ്മളിത് ചെയ്താൽ പിന്നെ ശനി മന്ത്രാർച്ചന ആ ക്ഷേത്രത്തിൽ ഗ്രഹങ്ങൾക്ക് ചെയ്യാം, നവഗ്രഹ പൂജ ചെയ്യാം, അതൊക്കെ വളരെ നല്ലതാണ്. അതാണ് സംഭവം. അപ്പോൾ സാർ പറഞ്ഞതനുസരിച്ച് പിന്നെ ഇത് വേറൊരു രഹസ്യം കൂടി പറയാണ്ട്. ഇപ്പോൾ തന്ത്രിമാർ, നമ്പൂതിരി പൂജാരികളൊക്കെ ഉണ്ടല്ലോ, അവർക്കൊന്നും ശനിദോഷം വല്ലാണ്ട് ഇല്ല, ബാധിക്കില്ല. അവർ ആഴ്ചയിൽ നവഗ്രഹ പൂജ ചെയ്യുന്നുണ്ട്. അതാ അവർ ആ ദേവതേൻ്റെ ധാന്യങ്ങൾ വെച്ചിട്ട് അവർ പൂജ ചെയ്യുന്നുണ്ട്. സാധാരണക്കാരൻ അറിയില്ലല്ലോ, അതാണ് പ്രശ്നം. ഇപ്പം സാറ് പറഞ്ഞതനുസരിച്ച് മകരക്കൂറ് അങ്ങനെയുള്ള കുറച്ച് കൂറുകാർ അവരുടെ ശനി ദോഷം, 7 ശനി, കണ്ടക ശനി, അങ്ങനെയൊക്കെയുള്ള ദോഷങ്ങൾ ഇപ്പം അടുത്ത് തന്നെ മാറുന്നുണ്ട്. ഇനി വരാനുള്ള 7 ശനി അത് ആർക്കൊക്കെയാണ്, ഏതൊക്കെ കൂറുകാർക്ക്? അതായത് കുംഭക്കൂറുകാർക്ക് 7 ശനി എഫക്റ്റാണ്, മീനക്കൂറുകാർക്ക് എഫക്റ്റാണ്, മേടക്കൂറുകാർക്ക് എഫക്റ്റാണ്. അപ്പോൾ ഇതിൽ ഇത് ജന്മശനിക്കാണ് കുറച്ച് കൂടുതൽ കാഠിന്യം പറയുന്നത്. പക്ഷേ ഇതിനൊക്കെ ഇതെന്താ പറയുക, നമ്മളെ കൂടെ നമുക്ക് ശനിദോഷം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒന്ന് മുറുകെ ജീവിക്കുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല. മേടക്കൂറ്, മീനക്കൂറ്, കുംഭക്കൂറ്, ഇത് 3 ആൾക്കാർക്കാണ്, 3 രാശിക്കാർക്ക്. അവർക്കൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റിയൊരു ടിപ്പ്, അവർക്കൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റിയ ടിപ്പ് തന്നെയാണ് ഞാൻ പറഞ്ഞല്ലോ, ഈ പറഞ്ഞ പോലെ. അതായത് ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ പോകാം, രാവിലെ സ്തോത്രം ജപിക്കാം, പിന്നെ ഈ എള്ളുതിരി കത്തിക്കാം, പിന്നെ എള്ള് കൊണ്ട് നമുക്ക് എല്ലാം. പിന്നെ ഏറ്റവും കൂടുതൽ നല്ല അതിനേക്കാളൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ ബ്ലാക്ക്, കറുത്ത വസ്ത്രം ധരിക്കുക ശനിയാഴ്ച ദിവസം ഒരിക്കലും എടുക്കുക. അത് വളരെ നല്ലതാണ്. അതും ഈ പറഞ്ഞ ത്യാഗമാണ്. ത്യാഗം ചെയ്താൽ ശനി നമ്മൾ വെറുതെ വിടും. പക്ഷെ ത്യാഗം ദാനകർമ്മങ്ങൾ ചെയ്യാം. അത് നമുക്ക് നമ്മളെ മുന്നിലേക്ക് വരും. അത് ഒരാൾ എന്തെങ്കിലും തരണം എന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ ഒരു സഹായിക്കും. വളരെ നല്ല സംഭവമാണ്. അപ്പൊ ഈ വരുന്ന ഇത്രയും നാളും ശനി പ്രശ്നം ഉണ്ടാക്കിയ ആൾക്കാർക്കും ഇനി വരാനുള്ള ശനി പറ്റി എനിക്ക് പറയാനുള്ളത് തന്നെയാണ്. ശനി എന്ന് പറഞ്ഞ സംഭവം ഞാൻ പറഞ്ഞല്ലോ, കൊറോണ വൈറസാണ്. കൊറോണ വൈറസ് കൊണ്ട് ആരും മരിക്കില്ല, പക്ഷെ കൊറോണ വൈറസ് മറ്റുള്ള അസുഖങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകും. എന്നിട്ട് അതുകൊണ്ടാണ് മരിക്കുക. അപ്പോൾ ഡോക്ടർമാർ പറയും അത് മരിച്ചത് അറ്റാക്കാണ്, അല്ലെങ്കിൽ മറ്റേ കിഡ്നീൻ്റെ കംപ്ലൈൻറ്റ് എന്നൊക്കെ പറയും. ഇത് ഉണ്ടാക്കുന്ന ഇയാളാണ് എന്ന് പറഞ്ഞമാതിരി. ശനീൻ്റെ പ്രത്യേകത വെച്ചാൽ ഇയാൾ നോക്കുകയാണ് ഇവൻ എവിടെയാണ് പണി കൊടുക്കേണ്ടത്. അതാണ് അത്. നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അലർട്ടാവണം. നമ്മൾ ഒരിക്കലും അങ്ങനെ ഒരു പണി കിട്ടാനൊരു ഇതുണ്ടാക്കരുത്. വേറൊരു പ്രശ്നമില്ല. അത് തന്നെയാണ് വലിയ വലിയ ആൾക്കാർ ചെയ്യുന്നത്. അവർ വളരെ ശ്രദ്ധിച്ചിട്ടാണ് നീങ്ങുന്നത്. അവരോരോ കാര്യങ്ങളും അവരതിൻ്റെ ദോഷം തീർക്കുന്നുണ്ട്. അതാണ് സംഭവം. അപ്പൊ എല്ലാവർക്കും ഇതിൽ നിന്നൊക്കെ ഒരു രക്ഷയൊക്കെ കിട്ടട്ടെ, കിട്ടും, സന്തോഷമായി ജീവിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നന്ദി. ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ. അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കൂ. ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ABC മലയാളം നിങ്ങളോടൊപ്പമുണ്ട്. സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല, സമ്പൂർണ്ണ ജാതകം. 75 പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം 250 രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.